ഇതൊരു സാധാരണ കഥയല്ല. ഇത് മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു യാത്രയാണ്. മഹാഭാരതത്തിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ നാം എല്ലാവരും കേട്ടിട്ടുണ്ട്. മഹാഭാരതം പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമാണെന്ന്. പക്ഷേ ഈ കഥയിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്താണ്? ഈ കഥ വെറും ഒരു യുദ്ധകഥയാണോ, അല്ലെങ്കിൽ ഒരു നിയമാവലിയാണോ? ഇതിലെ കഥാപാത്രങ്ങൾ മനുഷ്യരാണോ, അല്ലെങ്കിൽ മനുഷ്യന്റെ മനസ്സിന്റെ പ്രതീകങ്ങളാണോ? മഹാഭാരതം ഒരു യുദ്ധകഥയാണോ? മഹാഭാരതം എഴുതിയത് വ്യാസ മഹർഷി ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം. പക്ഷേ ഇത് വെറും ഒരു ചരിത്രമോ, അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ മാനുവൽ ആണോ, അഥവാ മനഃശാസ്ത്ര ഗ്രന്ഥം ആണോ? ഈ ചോദ്യം ചോദിക്കുവാൻ കാരണം പാണ്ഡവ കൗരവന്മാർ ഒരു കുടുംബത്തിലെ തന്നെ അംഗങ്ങളാണ്. എന്നാൽ പാണ്ഡവന്മാർ നല്ല ഗുണങ്ങൾ ഉള്ളവരും കൗരവന്മാർ ദുഷ്ടഗുണങ്ങൾ ഉള്ളവരും ആണ്. അപ്പോൾ യുദ്ധം പുറത്തല്ല നടക്കുന്നത്, കുടുംബത്തിന് ഉള്ളിൽ തന്നെയാണ്. അതിനർത്ഥം യുദ്ധം നമ്മളിൽ തന്നെ നടക്കുന്നു എന്നാണ്. കൃഷ്ണൻ യുദ്ധത്തിൽ ആയുധമെടുത്തില്ല, പക്ഷേ യുദ്ധം ജയിപ്പിച്ചത് ആരാണ്? കൃഷ്ണൻ ഉയർന്ന ബോധമുള്ള ഒരു വഴികാട്ടി ആണ്. നമ്മൾ ആശയക്കുഴപ്പത്തിൽ ആകുമ്പോൾ നമ്മൾക്ക് വഴികാട്ടുന്നത് എന്താണ്? അതാണ് കൃഷ്ണൻ. അർജുനൻ മനുഷ്യന്റെ പ്രതീകമാണ്. അദ്ദേഹം ഒരു മികച്ച യോദ്ധാവാണ്. പക്ഷേ യുദ്ധത്തിന് മുൻപ് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം മാനസികമായി തകർന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ അമിതമായി ചിന്തിക്കൽ, വൈകാരിക സംഘർഷം, തീരുമാനമെടുക്കാനുള്ള പക്ഷാഘാതം, ഇവയെല്ലാം അദ്ദേഹത്തെ ബാധിച്ചു. അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യ മനസ്സിന്റെ പ്രതീകമാണ് അർജുനൻ എന്ന യോദ്ധാവ് എന്നാണ്. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ഒരു അർജുനനായി മാറാതെ ഇരുന്നിട്ടില്ല. അതാണൊരു വസ്തുത. ഭഗവത്ഗീത ഒരു ആത്മീയ നിയമാവലി മാത്രമല്ല. ഗീത ഒരു മതഗ്രന്ഥമല്ല, ഇതൊരു ജീവിത ഗ്രന്ഥമാണ്. നിന്റെ കർത്തവ്യം ചെയ്യുക, ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു പ്രചോദനമാണ് ഭഗവത്ഗീത. കർണൻ ഏറ്റവും വലിയ ദുരന്ത കഥാപാത്രം തന്നെ ആയിരുന്നു എന്ന് ചോദിക്കുവാൻ കാരണം അദ്ദേഹത്തിന് കഴിവുമുണ്ടായിരുന്നു, ദുഃഖവും ഉണ്ടായിരുന്നു. കഴിവ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് കർണൻ തോറ്റു? തെറ്റായ വിശ്വസ്തത, വ്യക്തിത്വ പ്രതിസന്ധി എന്നിവയെല്ലാം കാരണം അതിൽ നിന്നും പ്രകടമാകുന്നത് ജീവിതത്തിൽ ശരിയായ വശത്ത് നിൽക്കുക എന്നതാണ്. അടുത്തതായി ദുര്യോധനൻ. ദുര്യോധനൻ ഒരു പ്രതിനായകൻ ആണോ? ദുര്യോധനൻ ദുഷ്ടനാണ്, പക്ഷേ അവൻ ആത്മവിശ്വാസമുള്ളവനാണ്. അവൻ തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ്. അവിടെ നിന്നുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലുള്ള അഹങ്കാരത്തിൻ്റെ പ്രതീകമായി ദുര്യോധനൻ നിലകൊള്ളുന്നു. അതായത് നമ്മളിലെ അഹങ്കാരം കൊണ്ട് ദുര്യോധനന് വന്നതുപോലെ നാശം ഭവിക്കുമെന്ന് ദുര്യോധനൻ എന്ന കഥാപാത്രത്തിലൂടെ പറഞ്ഞു തരുന്നു. ഇനി ദ്രൗപദി. ദ്രൗപദി ഒരു സ്ത്രീയാണോ, അതോ ഒരു ശക്തിയാണോ? ദ്രൗപദി ശക്തി തന്നെയാണ്. അവളുടെ അപമാനം യുദ്ധത്തിൻ്റെ തുടക്കത്തിന് കാരണമായി. ഒരു സ്ത്രീയുടെ മാനഭംഗം ഒരു സമൂഹത്തിൻ്റെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന് ഈ മഹാഭാരത കഥ നമ്മളെ പഠിപ്പിക്കുന്നു. ഈ മഹാഭാരതത്തിൽ 18 എന്ന അക്കത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിൻ്റെ രഹസ്യം എന്തെന്നാൽ 18 ദിവസം യുദ്ധം. ഗീതയിൽ 18 അധ്യായങ്ങൾ, അക്ഷോണി സൈന്യം 18 എന്നിങ്ങനെ തുടങ്ങുന്നു 18ൻ്റെ പ്രത്യേകതകൾ. സംഖ്യാശാസ്ത്രം പറയുന്നത് പ്രകാരം 1 + 8 = 9. 9 എന്നാൽ പൂർത്തീകരണം എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ മഹാഭാരതത്തിൽ 18 എന്ന സംഖ്യയ്ക്ക് ഇത്രയധികം പ്രാധാന്യം ഉണ്ടായതും. മഹാഭാരതം ഭാവിയുടെ പ്രവചനമായിരുന്നു എന്ന് തന്നെ പറയാം. കുടുംബകലഹം, അധികാര ലോഹം, മനുഷ്യന്റെ അഹങ്കാരം എന്നിവയെല്ലാം ഇതിൽ കാണുവാൻ കഴിയും. ഇന്നത്തെ ലോകവും ഇതുപോലെ തന്നെ ആണ്. അതായത് മഹാഭാരതം കഴിഞ്ഞിട്ടില്ല, അത് ഇപ്പോഴും നടക്കുന്നു എന്ന് തന്നെ പറയാം. മഹാഭാരതം ഒരു പഴയ കഥയല്ല, ഇതൊരു കണ്ണാടിയാണ്. നമ്മളെ തന്നെ കാണുവാൻ സഹായിക്കുന്ന ഒരു കണ്ണാടി.
നമുക്ക് ഓരോരുത്തർക്കും ഉള്ളിൽ അർജുനനുണ്ട്, ദുര്യോധനനുണ്ട്, കൃഷ്ണനുണ്ട്. ചോദ്യം ഒന്നു മാത്രം: നിങ്ങൾ ആരെ കേൾക്കുന്നു? ആരാകാൻ ആഗ്രഹിക്കുന്നു? ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയെങ്കിൽ ഈ കഥ നിങ്ങളുടെ ഉള്ളിൽ തുടരട്ടെ. യഥാർത്ഥ കുരുക്ഷേത്രം നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നടക്കുന്നത്.